നരേന്ദ്രമോദി എന്ന നേതാവിന് ലജ്ജയുണ്ടോ അബുദാബിയിൽ പോയി അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ? ആരാ പോയതെന്ന് ആലോചിക്കണം. ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം പണിഞ്ഞത് പൂജ കഴിഞ്ഞ ഉടനെ നേരെ പോയത് ഒരു മുസ്ലിം രാജ്യത്തെ രാജാവ് സൗജന്യമായി നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച അമ്പലത്തിന്റെ പൂജാരിയായിട്ടാണ് നരേന്ദ്രമോദി പോയതെന്ന് ആലോചിക്കണം. ഈ രാജ്യത്തില്ലാത്ത മതേതരത്വം അവിടെയുണ്ട് എന്ന് മനസ്സിലാക്കണം. അവിടെയുണ്ട്. നിങ്ങൾ ഗൾഫിൽ പോയി നോക്കണം. ഗൾഫിൽ ചെന്ന് നോക്കിയാൽ ജൂതന്റെ സിനഗോഗും മുസ്ലിമിന്റെ ദേവാലയവും ഹിന്ദുവിന്റെ ദേവാലയവും സിഖുകാരുടെ ഗുരുദ്വാരും എല്ലാം ഒരേ കെട്ടിടത്തിൽ കാണാം. ഒരേ സ്ഥലത്ത് തന്നെ അടുത്തടുത്താണ്. ഓർത്തഡോക്സ് പള്ളിയുടെ ചർച്ച്, കത്തോലിക്കരുടെ, മർത്തോമക്കാരുടെ, കേരളത്തിൽ നിന്ന് പോയ മർത്തോമ ബിഷപ്പിന്റെ നേതൃത്വത്തിലുള്ള ചർച്ച്, ഇതെല്ലാം നിൽക്കുന്ന ഒരേ സ്ഥലത്താണ് ദുബായിൽ. ഷാർജയിൽ ഒരു വശത്ത് അമ്പലത്തിൽ മണിയടിക്കുമ്പോൾ തൊട്ടമതിലിൽ വാങ്ക് വിളിക്കുന്ന കേൾക്കാം. തൊട്ടമതിൽ, മതിലില്ല കേട്ടോ, ഇടയിൽ മതിലില്ല. മതിലുകളൊക്കെ ഇവിടെയാണ് കൂടുതലും. നമ്മൾ ചവറയിലൊക്കെ മതിലുകൾ കുറവായിരുന്നു. ഇപ്പം മതിലുകൾ ഒരുപാട് വന്നു. പണ്ട് ഈ പ്രദേശത്തൊന്നും മതിലില്ലല്ലോ. എല്ലാവരും വേലിയുണ്ട്, നടന്നു പോകും, എല്ലാവരും ഒരു കുടുംബമാണ്. ഇപ്പം നമ്മൾ മതിലുകൾ കെട്ടി തിരിക്കുകയാണ്. നമ്മളെ മതത്തിന്റെ മതിലുകൾ കെട്ടി തിരിക്കാൻ ഇരിക്കുന്ന ഒരു ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അതിനെതിരെ ശബ്ദിക്കണം. ആര് ശബ്ദിക്കണം? കേരളത്തിലെ ജനങ്ങൾ ശബ്ദിക്കണം.